എന്താ അത് കൊറേ ഉണ്ടല്ലോ. യെസ്, ഫ്രഷ് ആയിട്ട് കിട്ടിയതാണ്. ഏകദേശം ഒരു 3 കിലോ ഉണ്ട്. അപ്പോ കല്ലുമ്മക്ക നമ്മള് റോസ്റ്റ് ചെയ്യാനായിട്ടാണ് പോണത്. അപ്പൊ നമുക്ക് നേരെ അതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. അതിനു മുമ്പ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മള് കല്ലുമ്മക്ക പുഴുങ്ങണം. അപ്പൊ അതിന് വേണ്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ കല്ലുമ്മക്ക അവിടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നമ്മളിങ്ങനെ നല്ല തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഷെല്ലൊക്കെ നല്ല ഓപ്പണായി വന്നു. നല്ല ചൂടുണ്ട് കേട്ടോ. കണ്ടോ, ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിന് ക്ലീൻ ചെയ്യാൻ വലിയ പണിയില്ല. ഇതിന്റെ ഒരു ഷെല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ആക്കിയിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. അപ്പിയൊക്കെ കളയണ്ടേ? അതിനെന്താ പറയാ, കാട്ടം. ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഒരാളെ കൊണ്ട് മാത്രം പറ്റില്ല, ഇത് ഇത്ര ഉള്ളത് കൊണ്ട് 3 കിലോ ഉണ്ടത്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. പറ്റുന്നിടത്തോളം എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ബാക്കിയാവുന്നവര് ബാക്കിയൊക്കെ ചെയ്തോളൂ. ഈ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ആ വെള്ളം ഒന്ന് ഊറ്റി കളയണം. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു വയ്ക്കാം. തണുത്ത വെള്ളം മീൻസ് നമ്മുടെ പൈപ്പിലുള്ള വെള്ളം തന്നെ. ഇനി ഇതില് ഈ സാധനം കണ്ട, ഇത് വേസ്റ്റാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചാൽ മതി, വരും. പിന്നെ അതാ ഇവിടെ ഒരു വേസ്റ്റ് ഉണ്ടാവും. ഇതതിന് വേണ്ടില്ലേ? അല്ല, അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ പിടിക്കണവർക്ക് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 കിലോന്റെ കല്ലുമ്മക്കായ കാണുന്നത് ഇത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ വേസ്റ്റ് കാണുന്നത് നിങ്ങൾക്ക് ഇതാ ഒരു വലിയ ബേസിൽ നിറച്ച് വേസ്റ്റും ചെറിയ ചട്ടിയില് ഇത്തിരി ഇറച്ചിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോസ്റ്റ് ചെയ്ത് കഴിക്കാം. ഈ ഫിഷ്, പിന്നെ കല്ലുമ്മക്കായ, എന്തായാലും ചിക്കൻ ആയാലും എന്തായാലും ചുവന്നുള്ളിയാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ സവാള ഒന്നും ഇടുന്നില്ല, ചുവന്നുള്ളിയാണ് കൂടുതൽ ഇടാറ്. അപ്പോൾ കല്ലുമ്മക്ക കഴുകി വൃത്തിയാക്കി വെള്ളമില്ലാതെ വെച്ചിട്ടുണ്ട്. പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇട്ടിട്ട് ഇരട്ടി ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ചട്ടിയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇതുണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഇത് ചെറിയുള്ളിയാണ്, പിന്നെ കുറച്ച് കാന്താരിമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് എടുക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചി, സവാള, ഇത് വെളുത്തുള്ളി ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് തക്കാളി. അപ്പം നമുക്ക് കല്ലുമ്മക്ക ഫ്രൈ ചെയ്യാനായിട്ട് ഇത്ര ഐറ്റംസ് മതി. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും കൂടി മിക്സാണ്. നമ്മൾ അരിഞ്ഞപ്പോൾ അങ്ങനെ മിക്സായി പോയതാട്ടോ. നമുക്കത് ആദ്യം ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം, പൊടിയായി അരിഞ്ഞത്.
ഈ കാന്താരി മുളക് അരിഞ്ഞത്. പച്ചമുളക് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ചിട്ടാൽ മതി. നമ്മൾ ഓൾറെഡി മസാല പുരട്ടി വെച്ചതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓവറായി പോകാൻ നിൽക്കണ്ട. കുറച്ചിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി കുറച്ചൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ സവാള നമ്മൾ ഉള്ളി ആവശ്യത്തിന് ഇട്ടാക്കണമെങ്കിൽ സവാള നമുക്ക് കുറച്ച് മതി. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മസാല വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കല്ലുമ്മക്ക ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചെണ്ണ മതി കേട്ടോ അതിന്. ഒരുപാട് എണ്ണ ഒഴിച്ച് മൊരിച്ചെടുക്കണ്ട. നമുക്ക് ഈ മസാലയിൽ ഇടേണ്ടതാണല്ലോ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കല്ലുമ്മക്ക ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇരുന്ന് കുറച്ചൊന്ന് മൊരിഞ്ഞ് വരണം. ഒരുപാട് മൊരിഞ്ഞ് ആവണം എന്നല്ല പറയണത്, കുറച്ചൊന്ന് ഫ്രൈ ആയി വരണം. എന്നാലാണ് മസാലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടക്കുക. അല്ലെങ്കിൽ മസാലയിൽ ഇങ്ങനെ കുഴഞ്ഞ പോലെ കിടക്കും. ഇതിപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. എന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ഇതിലധികം മസാല ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി വറുക്കുന്നതിൽ മസാലകൾ ഇട്ടിട്ടുള്ളതുകൊണ്ട്. കുറച്ച് മുളക് പൊടി. ഇത് എരിവെള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് മീറ്റ് മസാല കേട്ടോ. മീറ്റ് മസാല ഇട്ടാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മീറ്റ് മസാല കയ്യിലില്ലെങ്കിൽ കുറച്ച് പൊടിക്ക് ഗരം മസാല ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇത്രയും പൊടികൾ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുക്കാവുള്ളൂ. ഓവറായിട്ട് ഡ്രൈ ആവരുത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ഇടാം. ഇപ്പോൾ മസാലയിൽ തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ മസാലയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ കല്ലുമ്മക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. റിയോ ഉണ്ടായിരിക്കേ. അതിന് ലാസ്റ്റായിട്ട് നമുക്ക് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി കേട്ടോ, ഒരുപാട് ഇടരുത്. കുറച്ച് ആ ഒരു സ്മെല്ലിനും പിന്നെ വേറൊരു ടേസ്റ്റാണ് അതിന്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഇടുന്നത് കുരുമുളക് പൊടിയാട്ടോ. റിയോ ഇങ്ങനെയാണ്. ഈ പാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളമാണ്. ഇതിലിങ്ങനെ തട്ടുമ്പോഴുള്ള സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഫുഡ് ഇട്ട് വെച്ചിരുന്ന ഈ പാത്രത്തിലായതുകൊണ്ട് അവന് ഭയങ്കര പ്രശ്നമായി. ഈ പാത്രം എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡാണ് അവന്. അത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജീരകപ്പൊടിയും പെപ്പറും ഒക്കെ ഇട്ടതല്ലേ. ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആ പൊടികളൊന്ന് ജസ്റ്റ് മസാലയിൽ പിടിക്കുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കണ്ട.
നമ്മൾ മീൻകറിയിലൊക്കെ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുന്ന പോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്കിത് അച്ഛന് കൊടുത്തിട്ട് അച്ഛൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. അച്ഛൻ എന്താ പറയണമെന്നുള്ളത് നമുക്ക് കേട്ട് നോക്കാം. അപ്പം നമ്മുടെ കല്ലുമ്മക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്പൈസിയാണ് കേട്ടോ, തീരെ എരിവില്ല എന്നൊന്നും പറയുന്നില്ല, കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ, അടിപൊളി റെസിപ്പിയാണ്. അച്ഛൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനൊന്ന് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എങ്ങനെയുണ്ട് സ്മൂത്ത് ഉണ്ടോ? ഉണ്ടോ കല്ലുമക്കായ അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. എന്താ കല്ലുമ്മക്കായ് സൂപ്പറായിട്ടുണ്ട്, നല്ല സ്മൂത്ത് ഉണ്ട്. ആദ്യം നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അവളാണ് ഉണ്ടാക്കിയത്, നല്ല ബലമില്ല, നല്ല നല്ല സ്മൂത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കക്കയിറച്ചി ആണെങ്കിലും കല്ലുമ്മക്കായ ആണെങ്കിലും ഓവറായിട്ട് ഫ്രൈ ചെയ്ത് വെക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചവച്ച് ചവച്ച് നമുക്ക് ഇങ്ങനെ വേദന എടുക്കാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ സ്മൂത്തിൽ ചെയ്യണമായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക.